നിങ്ങൾ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്ന് വിചാരിക്കുക. CPM-ന്റെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചു. ഒരു അമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ഏത് പാർട്ടിയിൽ നിന്നായാലും ജയിച്ചവിടെ വരുന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവും, ആ ക്ഷേത്ര നഗരിക്ക് പുരോഗതി ഉണ്ടാവും. ഒന്ന്. രണ്ട്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, KM ഷാജിയുടെ രാഷ്ട്രീയം മതമാണ് 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 സർവ്വവും എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ പേറുന്ന ഒരാൾ, അത് മുസ്ലിമിലായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ, ആ രാഷ്ട്രീയം പേർന്ന മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും അവിടെ ജയിച്ചത് കൊണ്ട് ഗുണമുണ്ടോ? ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാക്കി അല്ല ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളുടെ ചോദ്യം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് കൊണ്ടോ ഈ പറയുന്ന മതമാണ് 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 CPM പറഞ്ഞിട്ടില്ലെന്നോ? അത് താങ്കളുടെ വലിയ അജ്ഞതയാണ് കേട്ടോ. അത് കാരണം CPM-നെ കുറിച്ച് താങ്കൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സിമന്റ് സ്വാമി എന്ന് ശ്രീനാരായണ ഗുരുദേവനെ വിളിച്ചതാരാ? അല്ല ആരാന്നേ? പഴയ ചരിത്രം അത് പറയുമ്പോൾ മാത്രം ഒരു പഴയ ചരിത്രത്തിലേക്കുള്ള പോക്കെന്താ? പോട്ടെ, നമുക്ക് അടുത്ത ചരിത്രം, തൊട്ടടുത്ത ചരിത്രം പറയാം. കണ്ണൂർ ജില്ലയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ടുപോയ പാർട്ടി ഏതാ? അല്ല പറയുന്നത് അല്ല അത് തെറ്റാണെന്നല്ല, അത് തെറ്റാണ്. തെറ്റാണെങ്കിലെന്നല്ല, തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങളെ പോലെയുള്ള പൊതുസമൂഹത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവണ്ടേ?